ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നിനുമല്ല, നമ്മുടെ നെക്കിൻ്റെ ചുറ്റുമുള്ള ഡാർക്ക്നെസ് മാറാൻ, പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ പറ്റിയ ഒരു പാക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ. പാക്കിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ. ഇത് നമുക്ക് ഡാർക്ക് നെക്കിൻ പല റീസൺസ് കൊണ്ട് നമുക്ക് പലർക്കും ഡാർക്ക് നെക്ക് വരാം. ഒന്നാമത്തത് സൺ ടാൻ ആണ്. അത് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും ഇനി ഒരു സൺ എക്സ്പോഷർ ഉണ്ടാവാതിരിക്കാനുള്ളൊരു പ്രൊട്ടക്ഷൻ മാത്രമായിരിക്കും സൺസ്ക്രീൻ തരാം. അല്ലാതെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക്നെസ് മാറ്റുന്ന സൺസ്ക്രീനുകൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം നെക്കിലും. പക്ഷെ അതിന് മുന്നേ ഇപ്പോൾ നിലവിലുള്ള ഡാർക്ക്നെസ് മാറ്റിയിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ. എന്നാലേ ഉള്ള അത് എഫക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഇടുന്ന ഓർണമെൻറ്റ്സിൻ്റെ അലർജി, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ് നെക്കിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് ഒറ്റ യൂസിൽ നമുക്ക് ഒരു സ്ഥലത്തും ഇത്രയും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഡാർക്ക്നെസ് ഉള്ള ഒരു സ്ഥലത്തും, നമ്മുടെ ഫേസിൻ്റെ കാര്യമല്ല, അണ്ടർ ആംസ് നെക്കിലൊക്കെ നമുക്ക് വൺ ടൈം കൊണ്ട് നമുക്ക് പെട്ടെന്ന് നല്ല കളർ ചേഞ്ച് ഒന്നും കാണാൻ കഴിയില്ല. അതിപ്പോൾ ഏത് പാക്കാണെങ്കിലും നമ്മൾ യൂട്യൂബ് തംബ്നെയിൽസിൽ പലതും പറയുമെങ്കിലും നമുക്ക് വൺ ടൈം യൂസിൽ അത്യാവശ്യം ചേഞ്ച് ഉണ്ടാവും. എന്നാലും സർപ്രൈസ്ഡാവാൻ അത്ര ചേഞ്ച് ഉണ്ടാവില്ല. ഈ പാക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ, നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പാക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരു 2 വീക്സിനുള്ളിൽ നമുക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും. 2 വീക്സ് വേണ്ടി വരില്ല, ഒരു 1.5 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും. പിന്നെ അങ്ങനെ കളർ ചേഞ്ച് വരുന്ന ഓർണമെൻറ്റ്സ്, കൂടുതൽ അലർജിയുള്ള ഓർണമെൻറ്റ്സ് ഇടാതിരിക്കുക. പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇത് രണ്ടുമാണ് ചെയ്യേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് ഡാർക്ക്നെസ് നെക്കിൽ വരുന്നു എന്ന് തോന്നിയത് ആ കാര്യം ഒഴിവാക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നിങ്ങൾ എന്തോരമാണ് എടുക്കുന്നത്? ഇപ്പോൾ ചിലവർക്ക് 2 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ കുറച്ചൊരു 3 പ്രാവശ്യത്തേക്കുള്ളത് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം 1 സ്പൂൺ കടലമാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കടലമാവ് എല്ലാ പാക്കിനും കടലമാവ് നല്ലതാണ്. 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ആട്ടോ എടുത്തിരിക്കുന്നത്. കാര്യം നമ്മുടെ നെക്കിലല്ലേ, നല്ല പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് അത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ വളരെ കുറച്ച് കോഫി പൗഡറാണ് യൂസ് ചെയ്തത്. ഇതൊരു 2 രൂപയുടെ പാക്കറ്റിന് കണക്ക് പറയാൻ 2 രൂപയുടെ ഒരു ബ്രൂ പാക്കറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. തൈര് തന്നെ ആഡ് ചെയ്യണമെന്നില്ല, യോഗേർട്ട് ആഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതും. പാല് വേണ്ട, യോഗേർട്ട് അല്ലെങ്കിൽ കേർഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ മോര് എടുത്തത് കൊണ്ടിട്ട് നമുക്ക് നാരങ്ങ എടുക്കാതിരിക്കണം എന്നൊന്നുമില്ല. നല്ല പിഗ്മെൻറ്റഡ് ഏരിയ അല്ലേ അണ്ടർ ആംസ് ആൻഡ് നെക്കൊക്കെ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ പീസ് നാരങ്ങ കൂടി അതിലേക്ക് പിഴിഞ്ഞ് വയ്ക്കാം. ഇത്രയുമാണ് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ഇത്രേ ഉള്ളൂ. എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കടലമാവ് ഇട്ടു, കാപ്പിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, തൈരിട്ടു, ആൻഡ് ലാസ്റ്റ് നമ്മൾ നാരങ്ങ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ലൈക്ക് ബേക്കിംഗ് സോഡ, ചിലവർ കോൾഗേറ്റ് പേസ്റ്റ് ഒക്കെ ആഡ് ചെയ്യും. പക്ഷേ ഇപ്പം നമുക്ക് ഈ പാക്കിൽ നമ്മൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണ് നമ്മളിപ്പോൾ പാക്ക് റെഡിയാക്കിയേക്കണേ. നമ്മളിപ്പോൾ കടലമാവാണെങ്കിലും തൈരാണെങ്കിലും, ഇപ്പോൾ നമ്മളെടുത്ത തൈരിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്. കടലമാവും കുറച്ച് കട്ടകളായിട്ട് കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കുമ്പോഴത്തേക്കും ആ കട്ടകളെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ പേസ്റ്റ് ആക്കാൻ, എന്നാലേ പാക്ക് എഫക്റ്റീവ് ആവുള്ളൂ. ഇനി നമുക്കിത് നെക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളിപ്പോൾ ചെറിയ സൈസാണ്, അല്ലെങ്കിൽ എന്തോരം പിഗ്മെൻറ്റഡ് ആണ്, എന്തോരം ഡാർക്കാണ് നെക്ക്, അതിനനുസരിച്ച് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നല്ല ഡാർക്കാണ് എങ്കിൽ കുറച്ച് തിക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അല്ല കുറച്ച് കളർ ചേഞ്ച് ഉള്ളൂങ്കിൽ നമ്മൾ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാം അതിനനുസരിച്ച് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം നമ്മൾ മഞ്ഞളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്ന കയ്യിൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിത് ഡ്രൈ ആയിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് 2-3
അല്ലെങ്കിൽ 1.5 വീക്ക് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാണിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.